ഇന്ന് ബിഗ് ബോസ് കഷ്ടകാലത്തിന് ഇവരെ ലിവിങ് റൂമിലോട്ട് വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഒരു ടാസ്ക് കൊടുക്കാൻ പോവാണ്. ഒരു ഡെയിലി ടാസ്ക്കാണ്. എല്ലാവരും വന്നത് കുറച്ച് എന്താ പറയുക, കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു. അയ്യോ വല്ല എലിമിനേഷനോ എവിക്ഷനോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ള രീതിക്ക് അവിടെ വന്ന് എല്ലാവരും കൂടി ഇരുന്ന സമയത്ത് പ്രധാനപ്പെട്ടൊരു സംഭവം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ചെന്ന് അനുമോളോട് മിണ്ടിയായിരുന്നു. പക്ഷേ അനുമോള് തിരിച്ച് മിണ്ടിയില്ല. പക്ഷെ അനുമോള് ലിവിങ് റൂമിൽ വന്നിരുന്ന സമയത്ത് ഷാനവാസിക്കയോടും അതേപോലെ അനീഷ് ചേട്ടനോടും ഒക്കെ നല്ല രീതിക്ക് മിണ്ടുന്നുണ്ടായിരുന്നു. ഷാനവാസിക്ക വന്നിരുന്നിട്ട് ചോദിച്ചു, ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് മാറ്റണോ? അപ്പം നല്ലൊരു അറ്റാച്ച്മെൻറ്റിൽ അനുമോൾ വേണ്ട ഇതിട്ടോ, ഞാനിവിടെ നിന്ന് കുറേ ഡ്രസ്സായിട്ടൊക്കെ വന്നു, അതെല്ലാം എൻ്റെ തീർന്നു, ഇപ്പോൾ എനിക്കൊരു ഡ്രസ്സ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അങ്ങ് ചിരിക്കുക. അതിനുശേഷം നമ്മുടെ അനീഷ് ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയിട്ട് കൺഫ്യൂഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബിഗ് ബോസ് ടാസ്ക് കൊടുത്തു. അനീഷ് ചേട്ടൻ വന്നും അത് വായിച്ചു. നിങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പ്രതിഫലിപ്പിക്കുന്ന ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾ ഈ വീട്ടിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീടൊരു സംഭവമായിട്ട് അല്ലെങ്കിൽ നോർമൽ ഒരു വീടായിരുന്നു. പക്ഷേ പോകെ പോകെ നിങ്ങൾ അറ്റാച്ച്ഡായി ഗെയിമൊക്കെ കളിച്ച് നിങ്ങൾക്ക് എന്താ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾക്ക് ഈ വീട് ഒരു സ്പെഷ്യലായി. അപ്പം എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ബോണ്ടിങ് കാണും, നിങ്ങളുടെ പ്രതിഫലനമായി തോന്നി എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ആ പ്രോപ്പർട്ടി എന്താണെന്ന് കാരണസഹിതം പറയുക. അത് എല്ലാ വർഷവും പറയുന്നതാണ്. എന്നിട്ട് ആ പ്രോപ്പർട്ടി കൊടുത്തു വിടും. അപ്പോഴത്തേക്കും ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും എടുക്കാവോ, സോഫ സെറ്റിയൊക്കെ എടുക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നെവിൻ ഓടുന്നുണ്ട്. കാരണം നെവിൻ ഓൾറെഡി കുറച്ച് 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട് കാലൊടിഞ്ഞ തത്തമ്മയെ കാര്യം. അവനൊരു കാലൊടിഞ്ഞ തത്തമ്മ വേണമെന്നൊക്കെ കുറച്ച് മുൻപേയും കൂടി ഇരുന്ന് പറഞ്ഞു. നേരമാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഈ ഒരു ടാസ്കിനെ കുറിച്ച് ആലോചിച്ചത് തന്നെ. എന്തായാലും ആദ്യമായിട്ട് നെവിൻ ഓടിപ്പോയ സമയത്ത് ഷാനവാസിക്ക് നെവിന് ദേഷ്യപ്പെട്ടിട്ട് ഇവിടെ വന്നിരിക്കടാ, ആദ്യം അനീഷ് പറയട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ അനീഷേട്ടനാണ് ആദ്യം പറയാൻ പോയത്. അനീഷേട്ടൻ നേരെ പോയിട്ട് എടുക്കുന്നത് അനീഷേട്ടൻ്റെ വാട്ടർ ബോട്ടിലാണ്. എന്നിട്ട് ആ വാട്ടർ ബോട്ടിലിനെ കുറിച്ച് 1 മണിക്കൂർ കഥയായിരുന്നു. വാട്ടർ ബോട്ടിൽ ഞാൻ ആദ്യം വന്നു, കണ്ടു, വാട്ടർ ബോട്ടിൽ കണ്ടു, എന്നിട്ട് ഞാൻ ദാഹിച്ചു, വെള്ളം എടുത്തു കുടിച്ചു, എനിക്ക് സംതൃപ്തി അടഞ്ഞു, വാട്ടർ ബോട്ടിൽ വേണമല്ലോ നമുക്ക് വെള്ളം കുടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഭയങ്കര ഡ്രാമ, ഭയങ്കര സംസാരം അനീഷേട്ടൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവി നേരെ ചെന്നിട്ട് കാലൊടിഞ്ഞ തത്തമ്മയെടുത്ത് ഇവളുടെ കാല് ഞാനാണ് ഓടിച്ചത്, ഇവൾക്ക് ഞാൻ പേരിട്ടിട്ടില്ല, പക്ഷേ ഞാൻ ഇവൾക്ക് പാട്ട് പാടിക്കൊടുക്കും, ഇവളുടെ എൻ്റെ ഫേവറേറ്റ് ആണ്, ഇവളെനിക്ക് വേണം, അനുമോൾക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നെവിൻ പറഞ്ഞു അത് എൻ്റെയാണ്, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നെവിൻ അത് പോയി എടുത്ത്. അതിനുശേഷം നമ്മുടെ ഷാനവാസിക്ക് എടുക്കുന്നത് എന്തുവാ, അനീഷേട്ടൻ എടുത്ത പോലെ ഒരു കപ്പാണ്, ഈ കപ്പാണ് എൻ്റെ ഫേവറേറ്റ്, എനിക്ക് കൊണ്ടുപോകാനും ഇതാണ് എളുപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിക്ക് ആ കപ്പ് എടുത്തു. അതിനുശേഷം നൂറയാണ് എടുത്തത്. നൂറ ഒരു ജിറാഫിൻ്റെ തലയായിരുന്നു എടുത്തത്. എന്നിട്ട് നൂറ പറയുന്നുണ്ട്, ഇവളുടെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ജെഫി എന്നാണ്, ഇവൾ എന്ത് സന്തോഷം വന്നാലും വിഷമം വന്നാലും ഞാൻ ഇവളുടെ അടുത്ത് പോയി പറയാറുണ്ട്, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുത്തും, ഇവളെപ്പോഴും ടോളായിട്ട് സ്റ്റാൻഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ അതേപോലെ എപ്പോഴും ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യും, ഏറ്റവും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ എന്നെ തന്നെയാണ് ഇവളിൽ കാണുന്നതെന്ന് പറയുന്നുണ്ട്. അക്ബർ നേരെ ചെന്നിരിക്കുന്നത് സോഫയിലോട്ടാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരു സോഫ മീൻസ് ഇരുന്നിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് അപ്പാനുമായിട്ട് ക്രിയേറ്റ് ചെയ്തതും ഞാൻ വിഷമം വരുമ്പോൾ പോയി ഇരുന്നിട്ടുള്ളതും ആര്യനുമായിട്ടൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള സോഫയാണ്. എന്ത് വിഷമം വന്നാലും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ റിലാക്സ്ഡ് ആവാറുണ്ട്. നെവിൻ്റെ മടിയിൽ ഞാൻ തല വെച്ച് ഈ സോഫയിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് എനിക്ക് ഈ സോഫ തരുവാണെങ്കിൽ ഞാൻ എൻ്റെ ലിവിങ് റൂമിൽ കൊണ്ടിടും. അക്ബർ ചോദിക്കുമ്പോൾ അക്ബർ എല്ലാം എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഒരു മുഴുത്ത സാധനം ചോദിക്കത്തുള്ളൂ കേട്ടോ. അത് അക്ബറിൻ്റെ ഒരു രീതിയാണ്. അക്ബർ നൈസായിട്ടുള്ളതൊന്നും ചോദിക്കത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കാട്ടി വലിയ വലിയ ആഗ്രഹങ്ങൾ കാണത്തില്ലേ. അക്ബർ പറയുന്നത് എന്തായാലും നിങ്ങൾ ഇതെടുത്ത് കളയുമല്ലോ ഈ സെറ്റ് മാറ്റുമ്പോൾ, അപ്പോൾ അത് കളയുന്നതിനെക്കാട്ടി നല്ലത് എനിക്ക് തരുന്നതല്ലേ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നത് നമ്മുടെ അനുമോളുടെ അടുത്താണ്. അനുമോളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അക്ബർ സോഫ ചോദിച്ച സ്ഥിതിക്ക് അനുമോൾ ഫ്രിഡ്ജോ TV എന്തെങ്കിലുമൊക്കെ ചോദിക്കാനാണ് സാധ്യത എന്നുള്ള രീതിയിൽ നമ്മുടെ ഷാനവാസൊക്കെ കളിയാക്കുന്നുണ്ട്. അനുമോൾ നേരെ ചെന്ന് അങ്ങോട്ട് നടക്കുന്ന സമയത്ത് ഇവൾ ക്യാമറയുടെ അടുത്തോട്ടാണ് പോകുന്നത്. ഇവൾ മിക്കവാറും ക്യാമറ ചോദിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അതിനുശേഷം അനുമോൾ പോയിട്ട് അനുമോളുടെ ആ ബെഡ് സ്പേസിൽ അവിടെ ഇരുന്നിട്ട് പറയും, ഇതെല്ലാം എനിക്കിഷ്ടമാണ്, ഇതെല്ലാം എനിക്ക് വേണം, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ്. ബെഡോ അല്ല, ബെഡ് വേണ്ട, മരമാണോ? പിന്നെ ആ മരം കിട്ടിയാൽ കൊള്ളാം. അത് മരമൊന്നും ബിഗ് ബോസിന് തരാൻ പറ്റത്തില്ല, അത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അനുമോൾക്ക് എത്ര ചോദിച്ചിട്ട് ഒരു സാധനത്തിൽ ഉറച്ച് നിൽക്കാൻ പറ്റത്തില്ല. അനുമോൾ ഇതെല്ലാം എനിക്ക് കൊണ്ടുപോകണം, ഇതെല്ലാം വേണം എന്നൊക്കെ പറയുമ്പോൾ ഇവർ പറയടി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, നീ ഏതെങ്കിലും ഒന്ന് പറ. ലാസ്റ്റ് അനുമോൾ പറഞ്ഞാൽ എന്നാൽ ഈ ബോട്ടിൽ ഞാൻ കൊണ്ടുപോകാം. എന്നിട്ട് എല്ലാം കിടന്ന് പിടിക്കുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ ബോട്ടിൽ ഉറപ്പിച്ച്. അപ്പോൾ ഷാനവാസിക്ക പറയുന്നുണ്ട്, ഇവളുടെ അടുത്ത് ഒരു കാര്യം എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇവൾക്ക് 100 ആൻസർ ഉണ്ട്, ഒരു ആൻസറായിട്ട് ഇവൾ ഒരിക്കലും പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും അനുമോളെ കളിയാക്കി ചിരിക്കും.